വന്യമൃഗശല്യം രൂക്ഷം, പാതിരാ കുർബാനയുടെ സമയം മാറ്റി മാനന്തവാടി രൂപത. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പാതിരാ കുർബാനയുടെ സമയം മാറ്റി മാനന്തവാടി രൂപത. കുർബാന രാത്രി 10 മണിക്ക് മുന്നേ തീർക്കാനാണ് നിർദ്ദേശം. മനുഷ്യനാണ് ആദ്യ പരിഗണന എന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം വ്യക്തമാക്കി. രൂപതയുടെ കീഴിലുള്ള 160 ഇടവകൾക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. രൂപതയിൽ ക്രിസ്തുമസ് കരോൾ ഇന്ന് വൈകിട്ട് മാത്രമായിരിക്കും നടത്തുക. അമേരിക്കൻ റെസ്ലിംഗ് ഇതിഹാസം ഹൾക്ക് ഹോഗനും പത്നിയും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് ഇതിഹാസവും അമേരിക്കയിലെ പ്രശസ്ത പ്രൊഫഷണൽ റെസ്ലിംഗ് താരവുമായ ഹൾക്ക് ഹോഗനും പത്നി സ്കൈ ഡെയ്ലി ഹോഗനും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഫ്ലോറിഡയിലെ ഇന്ത്യൻ റെക്കോർഡ്സ് ബാപ്റ്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച വിവരം ഇക്കഴിഞ്ഞ ബുധനാഴ്ച ട്വിറ്ററിലൂടെ ഹോഗൻ തന്നെയാണ് പുറത്തുവിട്ടത്. യേശുക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് തൻ്റെ മാമോദിസയെന്ന് ഹോഗൻ കുറിച്ചു. വിശുദ്ധ നാടായ ജോർദാനിലെ സൈനികർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ്. സൈനികരുടെ ത്യാഗങ്ങൾക്കുള്ള അംഗീകാരത്തിൻ്റെ പ്രകടനമെന്ന നിലയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ വിശുദ്ധ നാടായ ജോർദാനിൽ തമ്പടിച്ചിരിക്കുന്ന ഫ്രഞ്ച് സൈനികർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. തങ്ങളുടെ സൈനികരുടെ, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ സേവനം ചെയ്യുന്നവരുടെ ക്ഷേമത്തോടുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ പ്രതിബദ്ധത എടുത്തുകാട്ടുന്നതിന് വേണ്ടിയാണ് മാക്രോൺ ജോർദാനിലെ ഫ്രഞ്ച് സൈനികരെ സന്ദർശിച്ചത്. സമാധാന സന്ദേശവുമായി പാപ്പയുടെ പ്രതിനിധി വിശുദ്ധ നാട്ടിൽ. പാപ്പായുടെ ദാനധർമ്മങ്ങളുടെ ചുമതല വഹിക്കുന്ന കർദിനാൾ ക്രയോവിസ്കിയെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് പാപ്പ ജെറുസലേമിലേക്ക് അയച്ചു. പിറവി തിരുനാളിൻ്റെ ഈ ഘട്ടത്തിൽ പ്രാദേശിക സഭയ്ക്കും അതിൻ്റെ പാത്രിയാർക്കായ കർദിനാൾ പിറ്റ്സബെല്ലയ്ക്കുമൊപ്പം കർദിനാൾ ക്രയോവിസ്കി സമാധാനത്തിനുള്ള പ്രാർത്ഥനയിൽ സംബന്ധിക്കും. ആയിരങ്ങൾ ശബ്ദമുഖരിതമാക്കിയ ഇടവകകളിൽ സമാധാനം കൈവരുന്നതിനുള്ള പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുക എന്ന പാപ്പയുടെ ആഗ്രഹമാണ് ഈ യാത്രയിലൂടെ നിവർത്തിക്കപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം ജയിലിലായ വൈദികൻ മോചിതനായി. ഉത്തർപ്രദേശിൽ മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ ലംഘനം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത കത്തോലിക്ക വൈദികൻ മോചിതനായി. 3 മാസത്തെ ജയിൽവാസത്തിനു ശേഷം ഡിസംബർ 22-നാണ് വടക്കൻ ഉത്തർപ്രദേശിലെ അലഹബാദിൽ നിന്നുള്ള മുതിർന്ന വൈദികനായ ഫാദർ ബാബു ഫ്രാൻസിസ് മോചിതനായത്. രൂപത ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ ബാബു ഫ്രാൻസിസിനെ ഒക്ടോബർ 1-ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 3 വർഷം മുമ്പ് ഉത്തർപ്രദേശിൽ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയതിനു ശേഷം 398 ക്രിസ്ത്യാനികൾ അറസ്റ്റിലായിട്ടുണ്ട്.